ഗോബൂസിന്റെ മറ്റേ പരിചയക്കാരാണ് ഇവര്. ഷർഫും കിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് അവര് ഗോബൂസിന്റെ അവിടുത്തെ കടവിലിരിക്കും. ഞങ്ങൾ ഇപ്പുറത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് മണപ്പുറം ഉണ്ട്. അപ്പൊ ഞാനും മുകേഷൊക്കെയും കൂടി അവിടെ വന്നിരിക്കും. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ പ്ലാൻ ചെയ്യും, നമുക്ക് ആൽബം ചെയ്യാം, ഷോർട്ട് ഫിലിം ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ അവിടെന്ന് പുഴ കടന്ന് മറ്റേ സിജു വരും. സിജു അപ്പുറത്ത് ഇപ്പുറത്ത് അക്കരന്ന് വരും, അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് അഭിനയിക്കാൻ വരും. നമ്മള് വേറൊരു പ്രൊഡക്ഷനിലായിരുന്നു തുടങ്ങിയത്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവര് മാറുന്നു. ഇപ്പൊ ഹ്യൂമറിന്റെ ലൈഫ് ഭയങ്കര കുറവാണ്. നമ്മള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കേട്ട ഏറ്റവും നല്ല തമാശ ഏതാന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ആക്ച്വലി ഇത് എഴുതി തുടങ്ങി നമുക്കിതൊരു വിഷ്വൽ ട്രീറ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിൽ തന്നെ നമ്മൾ ഈ ഓൾമോസ്റ്റ് ഇതിന്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വെറുതെ ഒരു കഥ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. വീഗാലാൻഡിലെ ക്ലൈമാക്സ് ബ്ലോക്ക് അവിടെ അനുഭവിച്ച ഏറ്റവും പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? മഴയായിരുന്നു ഏറ്റവും പ്രശ്നം. കാരണം മഴ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം വന്നു. ചിലപ്പോൾ ഉച്ചവരെ മഴ. അപ്പൊ ഒരു 10-12 ആർട്ടിസ്റ്റുകളും 3 ക്യാമറയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. സംവിധായകൻ പ്രണീഷ് വിജയൻ ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ സ്വാഗതം. ഡിറ്റക്റ്റീവ് ഫസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് ഏതാണ്ട് അറൗണ്ട് ഒരു 10 കോടി വേൾഡ് വൈഡ് എന്താണ് ശരിക്കും പോസ്റ്റ് റിലീസ് ഉള്ളൊരു ഫീഡ്ബാക്സ്, റിവ്യൂസ്, കൈൻഡ് ഓഫ് എല്ലാ ഇതെങ്ങനെയുണ്ട്? എന്താണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുറച്ച് നേരം മുമ്പാണ് പ്രൊഡക്ഷനിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഗ്രോസ് കളക്ഷൻ ഒക്കെ അനൗൺസ് ചെയ്യണത്. അപ്പൊ വളരെ സന്തോഷം. ഐ മീൻ നമുക്ക് എന്താ പറയാ, പടം വർക്കായി, പടം ആൾക്കാരെ ഏറ്റെടുത്തു, അതൊക്കെ. പിന്നെ നമ്മുടെ സുഹൃത്ത് മറ്റേ ഷറഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കതില് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഐ മീൻ ഇപ്പൊ നഷ്ടം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പൊ അതിന് ഒരു ഗുണം വന്നു എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ ഹാപ്പിയാണ്. ഐ മീൻ ഇത് നമ്മള് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മുകളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷറഫ് ആക്ച്വലി ഇപ്പോ ചവിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചവിട്ട് ഒരു കുറച്ചുകൂടെ ഇൻഡി സ്വഭാവമുള്ള ഒരു സിനിമ, ഒരു ചെറിയ രീതിയിൽ ക്യാൻവാസിൽ ഒരുക്കിയൊരു സിനിമ. പെറ്റ് ഡിറ്റക്റ്റീവിൽ വരുമ്പോ ഷറഫിന്റെയും ഒരു ബിഗിനിങ് ആണല്ലോ ആസ് എ പ്രൊഡക്ഷൻ എന്നുള്ളത് നോക്കുമ്പോ. പുതിയ കാര്യങ്ങൾ, പുതിയ പഠനങ്ങളെല്ലാം ഇതിൽ പെറ്റ് ഡിറ്റക്റ്റീവിലൂടെയാണല്ലോ പഠിച്ച് വരുന്നത്. ഷറഫിന്റെ മൊത്തത്തിൽ ഇപ്പോ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ നിങ്ങൾ ഇന്നിരിക്കുന്ന സ്റ്റേജ് വരെയുള്ള മൊത്തം പ്രോസസ്സില് കൂളായിരുന്നു? മൊത്തം എങ്ങനെയായിരുന്നു പ്രൊഡക്ഷന്റെ പരിപാടി? കൂളായിരുന്നു. പക്ഷെ എന്താ പറയാ, ക്വിക്ക് ഡിസ്റ്റൻസ് ആയിരുന്നു. നമ്മൾ എന്താ പറയാ, ഒരു പ്ലാൻഡ് പോലെ നമ്മൾ എന്നാ ശരി എന്നാ ഇനിയും പ്രൊഡ്യൂസ് ചെയ്യാം എന്നാ ഇത്രയും അങ്ങനെയല്ല. നമ്മളൊരു ഇൻഡ്യൂഷൻസ് അനുസരിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു പ്രൊഡക്ഷനിലായിരുന്നു തുടങ്ങിയത്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവര് മാറുന്നു. അപ്പൊ ഈ പടവും ഇപ്പൊ ഷറഫും ഞാനുമായിട്ടുള്ള യാത്ര കുറെ നാളായി തുടങ്ങിയിട്ട്. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു പടം പ്ലാൻ ചെയ്തു, അത് കൊറോണ വരുന്നു. അപ്പൊ അതിന് ഒരു ബ്രേക്ക് ആവുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ കഥ വരുന്നു. ഷറഫ് ഇങ്ങനത്തെ ഒരു ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ഒരു നമ്മുടെ ഒരു ഷറഫ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു പെറ്റ് മിസ്സായി, കാക്കനാടുള്ള തന്നെ, ഈ കൊറോണ ടൈമിൽ. അപ്പൊ അതിങ്ങനെ പോസ്റ്റ് ഒക്കെ ഇട്ടു എല്ലാവരും. അതിന് കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു പെറ്റൊക്കെ മിസ്സായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ, ഇവിടെ നാട്ടില് നമ്മൾ ആരോട് പോയി പറയാ എന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ഈ വാക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മള് പിന്നെ ഒരു കഥ ഡെവലപ്പ് ചെയ്യായിരുന്നു, സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അതിന്റെ ഒരു ഡ്രാഫ്റ്റ് വരുന്നു, അതിന് വേറെ പ്രൊഡക്ഷൻ വരുന്നു. പക്ഷെ പിന്നെയും അത് മാറുന്നു. അങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് അപ്പൊ ഞാനും ഷറഫും ആ ജേർണിയിൽ അപ്പോഴും ഉണ്ട്. ഞങ്ങള് എഴുത്തും പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. അവസാനം ഷറഫ് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് തന്നെ ഇങ്ങോട്ട് തുടങ്ങാം എന്നുള്ള ഒരു പരിപാടിയിൽ നിന്നാണ് തുടങ്ങണത്. ഇൻ ഹൗസ് ആയിട്ട് തന്നെ തുടങ്ങാം. അപ്പോഴും എന്താ പറയാ, ഇതിന്റെ ഒരു ബഡ്ജറ്റ് എങ്ങനെ പോകും എങ്ങനെയൊന്നും ഇല്ല. ഷറഫ് പറഞ്ഞു നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ തുടങ്ങാം. പിന്നെ അതില് കൊളാബറേഷൻസ് വരുന്നു, ഗോകുലം വരുന്നു, ടെക്നീഷ്യൻസ് വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പൊ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ടെക്നീഷ്യൻസ്. ആനന്ദ് ക്യാമറയിൽ വരുന്നു, അഭിനവ് എഡിറ്റില്, രാജേഷ് മ്യൂസിക്കിൽ വരുന്നു, വിഷ്ണു സൗണ്ടിൽ വരുന്നു. അപ്പൊ അത് വലിയൊരു പടമായി മാറി. അല്ല, ടെക്നീഷ്യൻസിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് തന്നെയാണല്ലോ. ഇപ്പൊ ഇതേ കഥ, ഇതേ സിനിമ വളരെ ചെറിയ ക്യാൻവാസിൽ വളരെ ചെറിയ സിനിമയായിട്ട് വേണമെങ്കിൽ നിർമ്മിക്കാം. പക്ഷെ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസും ഭയങ്കര റിച്ച് ആയിട്ട് തന്നെ തിയേറ്ററിൽ തന്നെ അങ്ങനെ ഒരു വിസിബിൾ ഇത് കൊടുക്കണം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയാണല്ലോ അങ്ങനെ ഒരു ടെക്നീഷ്യൻസിനെയും കൂടെ അല്ലെ, ആ ടെക്നീഷ്യൻസിനെയും കൂടെ ചൂസ് ചെയ്യുന്നത് ആ ഒരു ഡിസിഷൻ പോയിന്റ് തന്നെയാണല്ലേ? അതെ, നമ്മൾ ആക്ച്വലി ഇത് എഴുതി തുടങ്ങി നമുക്കിതൊരു വിഷ്വൽ ട്രീറ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിൽ തന്നെ നമ്മൾ ഈ ഓൾമോസ്റ്റ് ഇതിന്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു.
കാരണം നമ്മൾ വെറുതെ ഒരു കഥ പറഞ്ഞു പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേഷനേക്കാളും കൂടുതൽ എന്റർടൈൻമെന്റ് മൂവി ആവണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഉം. അപ്പൊ അത് എല്ലാ സീനുകളിലും ഉണ്ടായിരുന്നു. അപ്പൊ എന്റർടൈൻമെന്റ് ആവണം, വിഷ്വലി അത് നിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ സീനും എടുത്ത് എങ്ങനെ വിഷ്വലി നമ്മൾ അത്രയും റിച്ച് ആക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യും. ഉം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു റോട്ടിൽ എടുക്കേണ്ട സീൻ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റാം എന്നുള്ള ലെവലിലേക്ക് ആ ഓപ്ഷൻസ് നമ്മൾ എടുക്കുമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് അവിടെ ആവശ്യമാണ്. ഉം. പിന്നെ അവര് വന്നപ്പോ കുറച്ചുകൂടി വലുതായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ബ്ലൈൻഡ്ലി ടെക്നീഷ്യൻസിനെ വിശ്വസിക്കുന്ന ഒരു സംവിധായകനാണ്. ഐ ഉം. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉം. ഇപ്പൊ എന്റെ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നാണ് ഞാൻ നോക്കണത്. അപ്പൊ അത് എന്റെ കയ്യിലുള്ളതിനേക്കാളും മുകളിലാണെങ്കിൽ ഉം. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എൻറിച്ച് ദ ഫിലിം. അപ്പോ ആ മൂഡിൽ നോക്കിയപ്പോ എല്ലാവരും ഭയങ്കര ഇൻപുട്ട് ഇട്ടത്. ഉം. ഇപ്പൊ നമ്മൾ വിചാരിക്കണേക്കാളും വലിയൊരു ഇൻപുട്ട് ഇട്ടത്. ഇൻപുട്ട് മാത്രമല്ല ഭയങ്കര ഒരു 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 കൂട്ടായ്മയായിരുന്നു. അങ്ങനെ ഉം. നമുക്കൊരു ആഹ് ക്യാമറാമാൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായില്ല. നമ്മൾ ഭയങ്കര ഒരു ഒരു ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്. ഫ്രണ്ട് സോണിലും കൂടെ അതെ, 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 അതെ. ഇപ്പൊ ഈ ഹ്യൂമർ തന്നെ പല രീതിയിൽ അപ്രോച്ച് ഉണ്ടല്ലോ. ഭയങ്കര സിറ്റുവേഷണൽ ഹ്യൂമർ ആയിട്ട് പോവാം, ഭയങ്കര ഡയലോഗ് കോൺവെർസേഷൻ ഓറിയന്റഡ് ഉം, ഹ്യൂമർ ഉം. ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവ് നമ്മൾ കാണുമ്പോൾ അറിയാവുന്നത് ഇതിന്റെ മീറ്റർ ഭയങ്കര ഒരു ട്രിക്കി ഏരിയ ആണ്. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയ അരോചകമായി അതെ, തോന്നാൻ അതെ, അതെ. സാധ്യതയുള്ള ഒരു മീറ്റർ ആണ്. പക്ഷെ അത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് അത് കൺവിക്ഷനോടെ അത് മേക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് ശരിക്കും. ഇഷ്ട ജോണർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഹ്യൂമർ ജോണർ ശരിക്കും ഇത് തന്നെയാണോ, ഈ ഇത്തരത്തിലുള്ള ഹ്യൂമർ? ഹ്യൂമർ ഇഷ്ടമാണ് ആക്ച്വലി. നമ്മളിപ്പോ പേഴ്സണലി നമ്മള് സംസാരിക്കുമ്പോഴും എല്ലാം ഒരു ഹ്യൂമറസ് പരിപാടി എപ്പോഴും വരും. ലൈഫിലാണെങ്കിലും പൊതുവെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആലുവയില് പൊതുവെ നമ്മുടെ ഷറഫാണെങ്കിലും ഗ്യാങ് അല്ലേ? ആ നമ്മളൊക്കെ പണ്ട് എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഹ്യൂമർ സാധനമുണ്ട്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമർ നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹ്യൂമറിന്റെ ലൈഫ് ഭയങ്കര കുറവാണ്. നമ്മള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കേട്ട ഏറ്റവും നല്ല തമാശ ഏതാന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഇപ്പൊ 2 ദിവസം മുമ്പ് കേട്ടത് ഏറ്റവും നല്ലതാന്ന് വെച്ചാൽ അറിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ ലൈഫ്. അപ്പൊ നമ്മള് ഒരു വെർബൽ കോമഡിക്ക് എത്രത്തോളം ലൈഫ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടി വിഷ്വലി കുറച്ചുകൂടി ഓവർ ദ സെൻസ് പ്ലേസ് ചെയ്താൽ മാത്രമാണ് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ അത് നിൽക്കുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു ജോണർ ഐ മീൻ ഈ ഒരു കുറച്ചുകൂടി കുട്ടികൾക്ക് വേണ്ടി കുറച്ചുകൂടി ഒരു 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 സ്റ്റൈലിഷ് പരിപാടി എന്നുള്ള പിടിക്കുമ്പോൾ നമുക്ക് എന്തായാലും എന്താ പറയാ ഒരു വിഷ്വൽ കോമഡിയിലേക്കാണ് നമ്മൾ ആദ്യമേ തന്നെ ആലോചിച്ചത്. എങ്ങനെയാ ഈ ഹ്യൂമർ വർക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കൺവിക്ഷൻ കിട്ടുന്നുണ്ട്? ഞാൻ ചോദിച്ചത് ഇപ്പൊ നിങ്ങളെ എഡീസും ടീമും എല്ലാരും ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നോണ്ടും കൂടെ ചോദിച്ചത്. ഇപ്പൊ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ കുറെ വർഷങ്ങളായിട്ട് എഡീസും പ്രൊഡക്ഷൻ ടീമും ഒക്കെ ഒന്നിച്ചാണല്ലോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഹ്യൂമർ ശരിക്കും അതിലൊരു മുമ്പോട്ടെ നിങ്ങളുടെ ഉള്ളില് പറഞ്ഞു നോക്കലോ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ വർക്ക് ചെയ്യാൻ ഒരു പാറ്റേൺ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? എനിക്ക് എഴുതുമ്പോ ചിരി വരാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുത്ത് തുടങ്ങുമ്പോ തന്നെ എഴുത്തിൽ തന്നെ ഒരു സീൻ ഉണ്ട്. അപ്പൊ അതില് എനിക്ക് ചിരി വരുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പൊ ഞാനത് അങ്ങനെ ആരോടും പറയില്ല. അപ്പൊ ഞാൻ ആലോചിക്കും. ഇപ്പൊ അവന്മാര് വായിക്കുമ്പോ ചിരിക്കണ്ടോ നോക്കും. അല്ലെങ്കിൽ ചിലപ്പോ അവന്മാർക്ക് വേറെ സ്ഥലത്ത് ചിരി കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീനിൽ നമ്മളൊരു സാധനം എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ചിലപ്പോ സീൻ വൈസ് ആയിട്ടായിരിക്കും ഒളിപ്പിച്ച് വെച്ചേക്കണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പ്ലേസ്മെന്റ് ആയിരിക്കും, ഒരാളുടെ എൻട്രി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഡയലോഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സാധനം കിട്ടുമ്പോ തന്നെ നമുക്കറിയാം ഇത് രസമായിരിക്കും. പിന്നെ പൊതുവെ നമുക്ക് അറിയാം ഒരു 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 ഇൻട്യൂഷൻ പോലെ ഓക്കെ ഇത് വർക്കാവും. ഇത് ഏത് ലെവലിൽ വർക്കാവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇത് കുഴപ്പമില്ലാണ്ട് അടിച്ചു പോകുമെന്ന് അറിയാം. അങ്ങനെയുള്ളൊരു വിൽ പവർ അല്ലേ? അങ്ങനത്തെ ഒരു ഇൻട്യൂഷനിലാണ് പരിപാടി പോണത്. ഈ നിങ്ങളുടെ ഒരു മറ്റേ പ്രീ റിലീസ് ഇന്റർവ്യൂസിലൊക്കെ ഈ ആലുവ ഗ്യാങ് എന്ന് പറഞ്ഞ ഇതിനെ ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഷറഫുദ്ദീൻ ഈ പുഴയുടെ അപ്പുറത്ത് മണപ്പുറത്തുള്ളവരും പുഴയുടെ ഇപ്പുറത്ത് മറ്റേ പാലസിലുള്ളവരും അങ്ങനെ രണ്ട് കൂട്ടരായിട്ടാണ് നിങ്ങള് ചെറുപ്പം തൊട്ടേ അറിയാം, എല്ലാവരും ലിങ്ക്ഡ് ആണ് ചെറുപ്പം തൊട്ടേ. പക്ഷെ ഇങ്ങനെ രണ്ട് കൂട്ടര് കൂടിയിട്ടാണ് അങ്ങനെ തന്നെയാണ് ശരിക്കും. ഞാൻ ഇപ്പുറത്തെ ആലുവ പുഴയുടെ അപ്പുറത്തെ മണപ്പുറത്ത് ഷറഫ് ഇപ്പുറത്ത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എല്ലാവരും സ്കൂളിൽ ഒരേ സ്കൂളല്ല, പക്ഷെ ഒരേ ബാച്ച് ആയിരുന്നു. ഇപ്പൊ ഞാൻ വേറെ സ്കൂളില്, ഷറഫ് വേറെ സ്കൂളില്, കിച്ചു ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. പിന്നെ ഷിനോസ് ഉണ്ട് ഇപ്പൊ ചൗട്ടിന്റെ ഒക്കെ ഡയറക്ടേഴ്സ്, അവൻ എന്റെ സ്കൂളില് എന്റെ ബാച്ച് ആയിരുന്നു. സിജു ഞങ്ങളുടെ സ്കൂൾ. അങ്ങനെ
പിന്നെ മുകേഷ് എന്ന് പറഞ്ഞ ഉയരയുടെ ഒക്കെ ക്യാമറമാൻ. ആ ആ ആ അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാവരും ഒരേ ബാച്ച്. അങ്ങനെ എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എടാ എനിക്ക് സിനിമ താല്പര്യമുണ്ടെന്ന് പറയുമ്പോ ദേ അപ്പുറത്ത് എനിക്കും താല്പര്യമുണ്ട് ഇത്. ആ അപ്പൊ അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ഗോപൂസ് അവിടെ അൽഫോൺസ് ഉണ്ട് ചെന്നൈയില്. അപ്പൊ അൽഫോൺസിന്റെ മറ്റേ പരിചയക്കാരാണ് ഇവര് ഷർഫും കിച്ചു അങ്ങനെയൊക്കെ ആയിട്ട്. അവര് ഗോപൂസിന്റെ അവിടുത്തെ കടവിലിരിക്കും. ഞങ്ങൾ ഇപ്പുറത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് മണപ്പുറം ഉണ്ട്. അപ്പൊ ഞാനും മുകേഷൊക്കെയും കൂടി അവിടെ വന്നിരിക്കും. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ പ്ലാൻ ചെയ്യും. നമുക്ക് ആൽബം ചെയ്യാം, ഷോർട്ട് ഫിലിം ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ അവിടുന്ന് മറ്റേ പുഴ കടന്ന് മറ്റേ സിജു വരും. സിജു അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്ത് അക്കരെ നിന്ന്. അക്കരേന്ന് വരും. അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് അഭിനയിക്കാൻ വരും. സിജു ആയിരുന്നോ കോമൺ നിങ്ങളുടെ? സിജു ആയിരുന്നു കോമൺ. സിജുവും കോമൺ ആയിരുന്നു. നിവിൻ കോമൺ ആയിരുന്നു. അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് ഫിലിമും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ടേഴ്സ് കോമൺ ആണ്. നിങ്ങൾക്കിടയിൽ തന്നെ കുറെ മേക്കേഴ്സും ഉണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്. അതെ അതെ അതെ. ഇൻ ഹൗസ് ടീം ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് വരും. എടാ ഞാനാണ് ആക്ട് ചെയ്യണേന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പൊ എന്റെ ആൽബം ചെയ്തത് സിജു ആണ്. എന്റെ ഷോർട്ട് ഫിലിം ചെയ്തത് സിജു ആണ്. എന്റെ ഷോർട്ട് ഫിലിമില് മ്യൂസിക് ചെയ്തത് രാജേഷാണ്. സൗണ്ട് ചെയ്തത് വിഷ്ണു ആണ് അന്ന്. അപ്പൊ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയാണ് അന്ന് തുടങ്ങി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴും സിനിമയിലും അഭിനയിക്കുന്നത്. ഈ പ്രേമത്തിലുള്ള അസോസിയേഷൻ ആയിരുന്നോ ശരിക്കും നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലെ ഏറ്റവും ഒരു ഭയങ്കര ലീപ്പ് എന്ന് പറയുന്നത്? പ്രേമം ഇറങ്ങുന്ന ഒരു ടൈമും കൂടെയാണ്. ഈ ആക്ടേഴ്സും ഒക്കെ ഭയങ്കര ഫെമിലിയർ ഫേസ് ആവുന്നത് ആ സിനിമയിൽ. പ്രേമത്തോടെയാണ്. നേരം കഴിഞ്ഞപ്പോ തന്നെ ഒരു ഐഡന്റിറ്റി വന്നു. പിന്നെ പ്രേമം കഴിഞ്ഞപ്പോ ഈ ആക്ടേഴ്സ് ഒക്കെ ബിഗ് ആയി. മറ്റേ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങി. അപ്പൊ ആക്ച്വലി അങ്ങനെയാണ് ഞാൻ ഹാപ്പി വെഡിങ് ആണ് ഞാൻ മുമ്പ് എഴുതിയ മറ്റേ വർക്ക്. അപ്പൊ അതും ആക്ച്വലി ഷർഫും സിജു ആണ്. അപ്പൊ അവരാണ് എന്നെ ആക്ച്വലി അതിലേക്ക് വിളിക്കണത്. മീൻസ് പടം എഴുതാൻ വരണം. ഞാൻ എന്റെ ഇടയ്ക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വഴിക്ക് പോയായിരുന്നു. അപ്പൊ ഇവര് വിളിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഹാപ്പി വെഡിങ് എഴുതുമ്പോ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുക ആക്ച്വലി. പാരലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പോഴും സെയിം കണ്ടിന്യൂ പരിപാടി തന്നെയാണ്. എല്ലാരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഹാപ്പി വെഡിങ്ങിന് ശേഷം ആക്ച്വലി ഡയറക്ടോറിയലിന് തന്നെയാണോ അങ്ങനെ തന്നെയുള്ള? അതെ 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 അതെ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്താണ് ആക്ച്വലി എന്റെ ഒരു ഈസി പ്രോസസ്, അല്ലെങ്കിൽ എന്റെ ഒരു ഹാപ്പി പരിപാടി, എന്റെ ഒരു സ്ട്രോങ്. പക്ഷെ നമുക്ക് ഡയറക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് നമ്മള് അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞതിൽ ആരൊക്കെയാണ് ഇപ്പൊ ആലുവയിൽ ഉള്ളത്? ആക്ച്വലി ആലുവയിൽ സെറ്റിൽഡ് ആയ ആരൊക്കെയാണ് ശരിക്കും? ഇപ്പൊ അവിടെ സിജു ഉണ്ട്, കിച്ചു ഉണ്ട്, പിന്നെ അൽത്താഫൊക്കെ ഇങ്ങോട്ട്. അൽത്താഫ് ഇങ്ങോട്ട് മാറി. അൽത്താഫ് ഒക്കെ ആ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? പിന്നെ അൽത്താഫൊക്കെ എല്ലാ ദിവസവും വരും. അൽത്താഫിന്റെ ഹ്യൂമർ എന്ന് പറയുമ്പോ അൽത്താഫിന്റെ ഹ്യൂമർ അതെ ഇന്റർവ്യൂലും മറ്റേലുള്ള ഹ്യൂമർ. അൽത്താഫ് സ്ഥിരം അൽത്താഫ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഷിനോസ് ഒക്കെ അവിടെ ഉണ്ട്. ഷിനോസ് ഒക്കെ ഇപ്പോഴും ആലുവ തന്നെയുണ്ട്. ഷറഫുദ്ദീൻ പ്രൊഡക്ഷന്റെ ഇപ്പൊ ഷറഫുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സിനിമ അനൗൺസ് ചെയ്യുന്ന തൊട്ട് ടെക്നീഷ്യന്മാരെ എല്ലാരും പറയുന്ന എല്ലാം ഉള്ള കാര്യങ്ങളാണല്ലോ ഭയങ്കരമായിട്ട് പറയുന്നത്. അതായത് ഫുഡ് ഭയങ്കര അടിപൊളി, ഷറഫുദ്ദീൻ പ്രൊഡക്ഷന്റെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്, ക്രിയേറ്റീവ് സ്പേസ് ഭയങ്കര, നോ ഈഗോ ഉള്ള പരിപാടിയാണ്, ഫുൾ ഭയങ്കര പോസിറ്റീവ് ഓറയാണല്ലോ മൊത്തം. ഇല്ലായ്മ എന്തെങ്കിലും ഉണ്ടായിരുന്നു ശരിക്കും ഷറഫുദ്ദീൻ പ്രൊഡക്ഷന്റെ? ഇല്ലായ്മ എന്ന് പറയാൻ പറ്റില്ല. എന്താ പറയാ, കൂടുതലുണ്ടെങ്കിൽ ഉള്ളൂ. മൊത്തം കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഓക്കെയാണ്. നമ്മള് എന്താ പറയാ, ഇപ്പൊ ഒന്നിനും അങ്ങനെ ഒരു നോ പറയില്ല. ഇപ്പൊ കാര്യങ്ങൾ മറ്റേ കുറച്ച് വൈകിയാലും എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കും. അത്രയും നമുക്ക് എന്താ വെച്ചാൽ നമുക്കറിയാം പരിപാടി നടന്നോളൂ, അവിടെ നമ്മളിവിടെ പണിയെടുത്താൽ മതി എന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ളൊരു ബന്ധം പോലെ അല്ല ഇത്. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് പറയുന്നു, ഷർഫിന്റെ കറക്റ്റ് കാര്യങ്ങൾ പറയും. എടാ നാളെ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇത്ര ദിവസത്തിനുള്ള പടം തീർക്കണം, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ കഴിയുമ്പോൾ ബ്രേക്ക് വരും എന്നൊക്കെ ഉള്ളത് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നു. പിന്നെ നമുക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ക്രിയേറ്റീവ് സ്പേസിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഷറഫിന്റെ അടുത്ത് നമുക്ക് പറയാം, ഇങ്ങനെയൊക്കെയാണ്, നമുക്കിത് ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യണം, അപ്പൊ നമുക്കത് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ തർക്കിക്കേണ്ട കാര്യം അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതും കറക്റ്റ് ആയിട്ട് വരും. ഐ മീൻ അത് ഈ ഫ്രണ്ട്സ് ഇതിന്റെ ബേസിലാണ്. അല്ല, ഈ ഇംപ്രൊവൈസേഷൻസ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോ പല സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സീൻ, ഇപ്പൊ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ബേസ് ലൈൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ സീന് പോയിട്ട് അത് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇംപ്രൊവൈസേഷനിലൂടെയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചർച്ചയിലൊക്കെ പറയുന്നത്.
അത് പക്ഷെ അവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ, മണി ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടി ഉണ്ടല്ലോ. എത്രത്തിൽ ശരിക്കും ഇംപ്രവൈസേഷൻസ് അതിൽ തന്നെയാണോ ശരിക്കും ഈ ഹ്യൂമർ ഒക്കെ നിൽക്കുന്നത് പെറ്റ് ഡിറ്റക്റ്റീവിന്റെ? ഇംപ്രൂവൈസേഷനിൽ അതിലൊരു ഒരുപാട് വന്നിട്ടുണ്ട്. വലിയ എഫേർട്ട് ഉണ്ട്. വലിയ എഫേർട്ട് വന്നിട്ടുണ്ട്. അത് ബേസിക്കലി ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി നമ്മളിപ്പോ എനിക്കൊരു സീൻ നമ്മള് സ്ക്രിപ്റ്റിൽ ഉണ്ടാവും കാര്യങ്ങൾ, മൊത്തത്തിൽ ഒരു ഡിസൈനും ഉണ്ടാവും. ഉം. പക്ഷെ എങ്ങനെയാണ് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യണേ എന്നുള്ളത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക്. ഐ മീൻ നമ്മളിപ്പോ ആദ്യത്തെ ഒരു ഫസ്റ്റ് ടേക്കില് അവരെന്താണ് ചെയ്യണേന്ന് അനുസരിച്ചിട്ട് ഞാൻ വിടും. ഞാൻ മീൻസ് അങ്ങനെ അധികം ഒരു എക്സ്പ്ലനേഷൻ ഒന്നും പോവാറില്ല. ആ, അവരുടെ ഇൻപുട്ട് എന്താന്ന് അറിയാൻ ഇൻപുട്ട് വേണ്ടി. എന്താണെന്ന് ചിലപ്പോ നമ്മളെക്കാളും രസമായിട്ട് അവരത് കൺസീവ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉം. അതൊരു നാച്ചുറൽ സാധനമായിരിക്കും. ഉം. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ പർട്ടിക്കുലർലി പറയും നമുക്ക് ഇതേപോലെ തന്നെ വേണം, അല്ലെങ്കിൽ ഇമോഷൻ തന്നെ വേണമെന്ന് പറയും. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജോണർ മൂവിയാണ്. അപ്പൊ ആ ജോണർ മൂവിയിൽ നമ്മൾ ആക്ടേഴ്സ് എത്രത്തോളം ഫ്രീ ആവുന്നു, അവരെത്രത്തോളം ഒരു ഒരു എന്താ പറയുക ഉള്ളിൽ ഒരു ഇൻപുട്ടഡ് ആണെങ്കിൽ അതിനാണ് വാല്യൂ. ഉം. അപ്പൊ ആ ഒരു ഇംപ്രൂവൈസേഷൻ ആണ് നടന്നത്. ഉം. മണി ഫ്ലോയിങ് ഉണ്ടായിരുന്നു. പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ഇപ്പോ കാര്യം എടുത്താൽ അതിന്റെ ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ആണല്ലോ. അതെ, ഒരുപാട് നമ്മളിപ്പോ സമീപകാലത്ത് കണ്ട സിനിമകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇരട്ടിയിൽ കൂടുതൽ ആക്ടേഴ്സ് ഉണ്ടല്ലോ. അതെ, ഇപ്പൊ ഈ അതെ. പറഞ്ഞ ഇപ്പൊ വിനായകനാവട്ടെ, വിനയ് ഫോർട്ട് ആവട്ടെ, വിജയരാഘവൻ, രഞ്ജി പണിക്കർ എന്നൊക്കെ പറഞ്ഞ ഇവരെ വിളിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ഒരു ആക്ടറിനെ നമ്മൾ പെർഫോം ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാനുണ്ടാവും എന്നുള്ള തോട്ടായിരിക്കുമല്ലോ അതെ, ആക്ടേഴ്സിന്റെ. അതെ. ഇവർക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് പറഞ്ഞാൽ അധികം ഒന്നും ചെയ്യാനില്ല, പക്ഷെ ഇമ്പാക്ട്ഫുൾ ആണ് എന്നുള്ള ഇത്. ഇമ്പാക്ട്ഫുൾ ആണ്. ഇവരെ കൺവിൻസ് ചെയ്യല് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആണ് ശരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മെയിൻ ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ അത്ര വലിയ ടാസ്ക് ഉണ്ടായില്ല. ഇല്ല. ഉണ്ടായില്ല. കാരണം ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ വിനയ് ഫോർട്ട്, വിനായകൻ, ഇവരൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാം. ഇപ്പൊ ഇപ്പൊ കുട്ടിയുടെ വിജയരാഘവൻ സാറാണെങ്കിലും സാറിന് ഏറ്റവും നല്ല പരിപാടിയാണ്. സാറ് കഥ കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് ഫുഡൊക്കെ തന്ന് വീട്ടിൽ നിന്ന് വിട്ടത്. പിന്നെ രഞ്ജി പണിക്കർ സാറാണെങ്കിൽ പുള്ളിയാണെങ്കിൽ പുള്ളിക്കും ഓക്കെയാണ്. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടില്ല. ആ. പിന്നെ വിനായകൻ ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഉം. ഭയങ്കര ഇപ്പൊ ഒന്ന് ഷറഫായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഉം. പുള്ളി. അങ്ങനെയാണ് നമ്മുടെ ഈ പടത്തിനെ കണ്ടത്. പിന്നെ പുള്ളിക്കും കേട്ടപ്പോ ഒരു രസമുള്ളൊരു സാധനം. ഒരു ഉം. ഫണ്ണി സൈഡ് ഇപ്പുറത്തുണ്ട്, എന്നാ ഒരു ഡാർക്ക് സൈഡ് അപ്പുറത്തുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളിയും ഹാപ്പിയാണ്. ഉം. വിനയ് ആക്ച്വലി വിനയ്ക്ക് ഇങ്ങനെ എന്താ പറയാ ടോട്ടൽ ഹ്യൂമറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അങ്ങനെ നമുക്കൊരു കൺവിൻസിങ് പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഉം. പിന്നെ കുറച്ച് ഡേറ്റും പ്രശ്നങ്ങളും അതിന്റെ ഒരു അത്തരത്തിലുള്ള കോമ്പിനേഷന്റേതായ പ്രശ്നങ്ങൾ മാത്രമേ ഇത്ര വന്നിട്ടുള്ളൂ. ആൾക്കാരെ ഒന്നിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഈ വെട്ടത്തിന്റെ ഒക്കെ ക്ലൈമാക്സിന്റെ ഒരു ഫോർമാറ്റ് ഇപ്പൊ ഞാൻ പല ഫേസ്ബുക്ക് എഴുത്തുകളിലൊക്കെ അതിന്റെ ഒരു ഫോർമാറ്റ് കുറെ നാൾക്ക് ശേഷം കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള എഴുത്തുകളുണ്ട്. അതായത് പണ്ടുള്ള ഇപ്പൊ പ്രിയൻ സാറിന്റെ പടങ്ങളുടെ ഒക്കെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ. ഒരുപാട് കഥ പാരലൽസ് ആയിട്ട് ഒരുപാട് കഥ പോകുന്നു, അത് ക്ലൈമാക്സിൽ ഒന്നിച്ച് ഒരു ഭയങ്കര സെറ്റിങ്ങിൽ ഒരു ഭയങ്കര വിഷ്വലി ഗ്രാൻഡിയർ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് കാണുന്നു. ഇപ്പത്തെ സിനിമകളിൽ അല്ല അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫോർമാറ്റ് കാണൽ ഭയങ്കര കുറവാണ്. റെഫറൻസ് ഉണ്ടായിരുന്നു ശരിക്കും, അല്ലെങ്കിൽ ഈ കഥ വരുമ്പോ ഇതില് സക്സസ്ഫുൾ ആയിട്ടൊരു ഫോർമാറ്റ് ആണ് എന്ന് പറയുന്ന രീതിയിൽ ഈ സിനിമകളുടെ റെഫറൻസ് ഉണ്ടായിരുന്നു. ഉണ്ടായില്ല ആക്ച്വലി. ഞാൻ എഴുതണ സമയത്ത് റെഫറൻസുകൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം വേറെ ഒന്നും ഞാൻ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു, അല്ലാതെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കോപ്പി അടി എന്നുള്ള ഒരു ആസ്പെക്ട് മനസ്സിലായി. അല്ല അങ്ങനെ ഇൻസ്പിറേഷൻ ഒരു കുഴപ്പമില്ല. അതെ, കിട്ടാവുന്ന നല്ല ഇൻസ്പിറേഷൻ ആണെങ്കിൽ ഞങ്ങൾ എടുക്കും. പക്ഷെ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ എഴുതുമ്പോ എന്താ വെച്ചാൽ നമ്മള് കുറച്ചുകൂടി റിയൽ ആയിട്ട് ഒരു സാധനം എഴുതിയാലാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാക്കനാട് നടക്കുന്ന പരിപാടി എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ മാത്രമാണ് കാക്കനാടിലുള്ള എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു റെഫറൻസ് മ്യൂസിക്കോ അല്ലെങ്കിൽ റെഫറൻസ് സാധനം ഇട്ട് കഴിഞ്ഞ് നമ്മുടെ എഴുത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചിലപ്പോൾ ലിമിറ്റഡ് ആയി പോകും. പിന്നെ നമ്മളത് കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിന്റെ ഒരു ഫോർമാറ്റും സീനും നമുക്ക് ഇപ്പൊ ക്ലൈമാക്സ് ഇങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്തു, ക്ലൈമാക്സിൽ ഇന്ന സാധനങ്ങളൊക്കെ നടക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ വരണം, ഇങ്ങനത്തെ ഒരു സ്ലാപ്സ്റ്റിക് പരിപാടി നടക്കണം എന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ ഒരു സാധ്യതകൾ നോക്കും. നമുക്ക് എങ്ങനെ ചെയ്യാം, എത്രത്തോളം ഇത് എന്റർടൈൻഡ് ആക്കാം, ആര് വീഴണം, ആര് എണീക്കണം, എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും, നമ്മൾ ഡിസൈൻ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ആ ലൊക്കേഷനെ നമ്മൾ എത്ര എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പൊ അതില് പ്രിയൻ സാറിന്റെ സിനിമകൾ എന്ന് പറയുന്നത് നമുക്ക് എക്കാലത്തും റെഫറൻസ് ആണ്. മേക്കിങ്ങിൽ അത്തരം ഇതുണ്ടായിരുന്നില്ല. മേക്കിങ്ങിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു നമ്മള് എന്താ പറയാ ഇൻസ്പയർഡ് ആണ്. നമുക്ക് അതില് നമ്മള് അങ്ങനെ റെഫർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. വീഗാലാൻഡിലെ ക്ലൈമാക്സ് ബ്ലോക്ക് അവിടെ അനുഭവിച്ച ഏറ്റവും പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? മഴയായിരുന്നു ഏറ്റവും പ്രശ്നം. കാരണം മഴ നമുക്ക് ഭയങ്കരമായിട്ട്
പ്രശ്നം വന്നത്. ആ. ചിലപ്പോ ഉച്ചവരെ മഴ. അപ്പൊ ഒരു 10-12 ആർട്ടിസ്റ്റുകളും ആ. 3 ക്യാമറയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. മഴ പോവാൻ. ആ മഴ പോവാൻ ഒന്നും ചെയ്യാനില്ല. കാരണം വീഗാലാൻഡാണ്. അവര് ഇടയ്ക്ക് അപ്പുറത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അല്ല ഇവര് അപ്പൊ വീഗാലാൻഡ് ഒരു ത്രൂ ഔട്ട് കുറെ ഏരിയ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ ശരിക്കും. ഉണ്ട്. അല്ലേ? ഇഷ്ടം പോലെ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്യുന്ന ഈ ക്രൗഡ് കൺട്രോൾ ചെയ്യലൊക്കെ ഭയങ്കര അല്ലേ? ക്രൗഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റൊക്കെ ഇപ്പൊ നമ്മള് ഒരുമാതിരി അവരുടെ ആള് പോലെയൊക്കെ ആയി. ആയി. രാവിലെ നമുക്ക് കീ ഒക്കെ തന്നു വിടും. ആ, ആ, നിങ്ങളെന്നാ പരിപാടി തുടങ്ങിക്കോ എന്നുള്ള ലെവലില് അത്രയും ഇതായി. ആ. പിന്നെ നമുക്ക് അങ്ങനെ അവരുടെ ഒരു ഓഫ് സീസൺ പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മള് ചെയ്തുകൊണ്ടിരുന്നത്. ഉം. പക്ഷെ ഭയങ്കര കോർപ്പറേറ്റീവ് ആയിരുന്നു. ഉം, അവര് ഉം, വീഗാലാൻഡ് ആണെങ്കിലും ഭയങ്കര കോർപ്പറേറ്റീവ് പരിപാടിയായിരുന്നു. ഉം. മഴയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഉള്ളത് ഈ ഷെഡ്യൂളും ഡേറ്റുകളും നമുക്ക് ഇത്രയും എല്ലാവരും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഒത്തുകൂടുക. കിട്ടണം എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിലൊരു ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ടോ? അതായത് വീഗാലാൻഡ് വേണോ വേറെ സ്ഥലം വേണോ അങ്ങനെ പല സ്ഥലങ്ങൾ വേറെ നിങ്ങൾക്ക് ഐഡിയകൾ ഉണ്ടായിരുന്നോ? ഇല്ല ആക്ച്വലി എഴുത്തിൽ തന്നെ എഴുത്തിൽ ശരിക്കും തന്നെ നമ്മള് അമ്യൂസ്മെന്റ് പാർക്കെന്ന് വേണം വ്യക്തമായിട്ട് എന്നുള്ളത്. എഴുതി വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഇത് കാരണം ആക്ച്വലി സാധാരണ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഗോഡൌണിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കോ മാറ്റാം. പക്ഷെ അതെ. പക്ഷെ ഇതിന്റെ പടത്തിന്റെ മൂഡ് മൂഡ് അവസാനം കാരണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ഇൻപുട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പടത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു സ്ലാപ്സ്റ്റിക് ഹ്യൂമർ പിള്ളേർക്കുള്ള സാധനമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ കുറെ ഇല്ലോജിക്കൽ ആയിട്ടുള്ളതും കുറെ മണ്ടൻ പരിപാടികളൊക്കെ ആദ്യമേ തന്നെ ഇട്ടിട്ട് കൊടുക്കാണ്. നിങ്ങൾ സീരിയസിലേക്ക് പോകണ്ട. ഇതാണ് ലാസ്റ്റിലേക്ക് വന്നത് മീറ്റർ എന്നുള്ളത്. മീറ്റർ എന്നുള്ള പരിപാടി. പിന്നെ മഹേഷ് മാത്യു ആണ് നമ്മുടെ കൊറിയോ ചെയ്തത്. സ്റ്റണ്ട് കൊറിയോ. മാസ്റ്ററാണ് ശരിക്കും വീഗാലാൻഡിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. മാസ്റ്റർ ആക്ച്വലി കാന്താര കഴിഞ്ഞ് കാന്താരയിലെ ഇടിയും മറ്റേ ചോരയൊക്കെ കഴിഞ്ഞ് നേരെ വരുന്നത് മാസ്റ്റർ ആൻഡ് ടീം ഇവിടെ വരുമ്പോ മാസ്റ്റർ കുട്ടികളുടെ ഇവിടെ റോളർ കോസ്റ്ററിൽ കയറി ഓടി നടക്കുന്ന ആ പരിപാടിയായിരുന്നു. ഈ ഫസ്റ്റ് ഇപ്പൊ പടം തുടങ്ങുന്നതിന്റെ ഒരു ഇൻട്രോ ഒരു ടൈറ്റിൽ വരുന്ന സമയം മുതൽ ഈ കിക്ക് കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഇപ്പൊ ടെക്നീഷ്യൻസിന്റെ സ്ട്രോങ് ഹോൾഡ് ആയതുകൊണ്ട് തന്നെയാണ് അതില് ഭയങ്കര ഇപ്പൊ പ്രണേശ്വരനും പറഞ്ഞു ടെക്നീഷ്യൻസിനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. നിങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂറിന് കുറവ് ഫൈനൽ എഡിറ്റ് ലോക്ക് ചെയ്ത ഒരു അവസ്ഥയും കൂടെയാണല്ലോ. ഇതിൽ കുറച്ചും കൂടെ ഷൂട്ട് ചെയ്ത് പാനം തന്നെ നമ്മുടെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അഭിനവിന്റെ ഒരു ഇൻപുട്ട് എത്തരത്തിലാണ് ശരിക്കും? അഭിനവ് ഒരു ഇപ്പൊ ഡയറക്ടോറിയലിന്റെ പാരലി ആണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വർക്ക് ഉണ്ട്. അഭിനവിന്റെ ഒരു ഭയങ്കര കർക്കശക്കാരനായ എഡിറ്ററാണ് ശരിക്കും അഭിനവ് അങ്ങനെ കർക്കശക്കാരനായ എഡിറ്റർ അല്ല. ആക്ച്വലി അഭിനവ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ അഭിനവ് എന്നെക്കാളും സീനിയറാണ്. ഓൾമോസ്റ്റ് ഈ ടെക്നീഷ്യൻസ് എല്ലാവരും എന്നെക്കാളും സീനിയറാണ്. പക്ഷെ അഭിനവ് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 കൃത്യമായിട്ടാണ് മീൻസ് എന്തിന് ഏതിന് എന്നുള്ളതിന് അഭിനവിന് കറക്റ്റ് ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ഓക്കെ. ഐ മീൻ നമ്മളല്ലാതെ നമ്മള് ഓക്കെ ഇതൊരു മാസ സീനാണ് അത് വെക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയ്ക്കൂല എന്ന് തന്നെ പറയും. പക്ഷെ കഥയുടെ ഒരു ലോജിക്ക് അല്ലെങ്കിൽ കഥയുടെ ഒരു പേസ് അല്ലെങ്കിൽ കഥ പോകുന്ന വഴിക്ക് ഇത് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ അഭി ഓക്കെ ആണ് അതില്. പിന്നെ ഇതിന്റെ ഒരു കറക്റ്റ് പേസ് മീറ്റർ കാരണം ചെയ്തതും അത് നമ്മുടെ ടീമിനെ നമുക്കത് വിശ്വസിപ്പിക്കാൻ പറ്റിയതൊക്കെ അഭി ഉള്ളതുകൊണ്ടാണ്. അഭിയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതായിരുന്നു. പെറ്റ് കഴിഞ്ഞിട്ട് പ്രണീഷേട്ടൻ കൈവയ്ക്കുന്ന ജോണർ ഏതായിരിക്കും? അങ്ങനെ ഒരു തോട്ട് ഉണ്ടോ? പെറ്റ് കഴിഞ്ഞിട്ട് ജോണർ മിക്കവാറും കോമഡി തന്നെയായിരിക്കും. മിക്കവാറും എഴുത്തായിരിക്കും. 1-2 എഴുത്ത് പ്രൊജക്ടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ 1-2 പണികളിലായിരിക്കും ആദ്യം കൈവയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ഐഡിയ മീൻസ് ഇതിന്റെ റെസ്പോൺസിനൊക്കെ ശേഷം എന്തായാലും ഉറപ്പായിട്ടും അടുത്ത ഡയറക്ഷൻ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. വരുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഉണ്ട്. ഡയറക്ഷൻ ഐഡിയ ഉണ്ട്. അപ്പൊ എഴുത്ത് പരിപാടികൾ കുറച്ച് 2-3 ഉണ്ട്. അപ്പൊ അതൊന്ന് തീർത്ത് ഉടനെ തന്നെ അടുത്ത ഡയറക്ഷൻ പരിപാടിയിലേക്ക് തന്നെ കയറും. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.